ക്യാൻവ ഗ്രാഫിക് ഡിസൈനിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ക്യാൻവയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാനുണ്ടാവും. അങ്ങനെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴത്ത് സോഷ്യൽ മീഡിയ, വീഡിയോ പ്രസൻറ്റേഷൻ, പ്രിൻറ്റ്, ഡോക്സ് എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴത്ത് റീസെൻറ്റ് ഡിസൈൻ, ഇതിൻ്റെ താഴത്തായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻ ടെംപ്ലേറ്റും നമുക്ക് സെർച്ച് ചെയ്യാം. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിസൈനർമാർ ചെയ്തു വെച്ച വർക്ക് ഫയലുകളാണ്. ആ വർക്ക് ഫയലുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി അല്ലാത്ത ആളുകൾക്കും സിമ്പിളായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാം. ഇനി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പ്രൊഫഷണൽ ഡിസൈനർമാർ ചെയ്തു വെച്ച വർക്ക് മോഡിഫൈ ചെയ്തിട്ട് ഒന്നും കൂടെ ക്രിയേറ്റീവ് ആക്കുകയും ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ക്യാൻവയുടെ ഏറ്റവും മുകളിലുള്ള സെർച്ച് യുവർ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈനാണ് ആവശ്യമുള്ളത് ആ ഡിസൈൻ നിങ്ങൾ സെർച്ച് ചെയ്യാം. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ കൺഗ്രാറ്റുലേഷൻ എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. അതായത് കൺഗ്രാറ്റുലേഷൻ പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കൺഗ്രാറ്റ്സിൻ്റെ പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റർ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു പോസ്റ്റർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഡിസൈൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇതിൻ്റെ ഏത് ഭാഗവും നമുക്ക് ഇതിൽ നിന്നും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിൻ്റെ ടൈറ്റിൽ എഡിറ്റ് ചെയ്യാം. കോളേജിൻ്റെ പേര് ഏറ്റവും മുകളിലുണ്ട്. താഴത്ത് കൺഗ്രാറ്റുലേഷൻ, എന്തിനാണ് കൺഗ്രാറ്റ്സ് എന്നുള്ളതുണ്ട്. താഴത്ത് ആളുടെ ഫോട്ടോ ഉണ്ട്, ആളുടെ പേരുണ്ട്. ഫസ്റ്റ് നമുക്ക് ആളുടെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് ആ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേരവിടെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ പേരവിടെ അതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. കുറച്ച് കർവലായി വന്നിട്ട് പിന്നെ ഏറ്റവും മുകളിലായിട്ട് കോളേജിൻ്റെ പേരുണ്ട്. ഇവിടെ നമുക്ക് ഏത് കോളേജിൻ്റെ പേരാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാം. താഴത്തായിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്നുണ്ട്, ഗ്രാജുവേഷൻ എന്നുണ്ട്. ഇനി നമുക്കിത് ഗ്രാജുവേഷൻ്റെ പോസ്റ്റർ അല്ല, നമുക്കത് ക്ലാസ്സിൽ നടത്തിയിട്ടുള്ള ഒരു എക്സാമിൻ്റെ റിസൾട്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അതിൽ തന്നെ മേലെ എന്താണ് പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്യാം. ഞാൻ പ്രോഗ്രാം ക്വിസ് കോമ്പറ്റീഷൻ കൊടുക്കുന്നു. ഏറ്റവും ടോപ്പിലുള്ള ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ ആയിട്ടുള്ളൊരു ഷേപ്പിലൂടെ വരും. അപ്പോൾ താഴത്ത് എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റിപ്പബ്ലിക് ഡേ ക്വിസ് എന്ന് കൊടുക്കുന്നു. റിപ്പബ്ലിക് ഡേ ക്വിസ് കോമ്പറ്റീഷൻ. ആ ടെക്സ്റ്റ് ഒന്ന് ചെറുതാക്കാനായിട്ട് ആ ടെക്സ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ താഴത്ത് എഡിറ്റ് എന്ന് കാണാം, ഫോണ്ട് എന്ന് കാണാം, ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് കാണാം, ഫോണ്ട് ഷെയ്ഡ്സ് എന്ന് കാണാം. അതിൽ ഫോണ്ട് ഷെയ്ഡ്സ് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. ഫോണ്ട് ഒറ്റ ലൈനല്ലത് കൊള്ളും. ഓക്കെ, ഇനി അതല്ല അതിനൊന്നൊരു വഴിച്ച് അതിൻ്റെ ലെങ്ത് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫോണ്ടിൻ്റെ വലുപ്പം നമുക്ക് ഇതിൽ കൂട്ടാം. ഫോണ്ട് സൈസിൽ പോയിട്ട് വലുപ്പം കൂട്ടും ചെയ്യാം കേട്ടോ. പിന്നെ അത് കുറച്ച് മേലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലി നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇനി അതല്ല ഇവിടെ സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ നഡ്ജ് എന്ന ഓപ്ഷൻ കാണാം.
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് ഒരു ആരോ കാണാം. ആരോ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മേലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ ഞാൻ കൺഗ്രാറ്റുലേഷൻസ് മാത്രം ആക്കുന്നു കേട്ടോ. ശേഷം ഞാനിവിടെ ഫസ്റ്റ് എന്നുള്ളതിന് എലമെൻസിൽ പോകുന്നു. എലമെൻസിൽ പോയിട്ട് സെർച്ച് എലമെൻസ് ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് എലമെൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യുന്നു. ഗ്രാഫിക്സിൽ സെർച്ച് ഗ്രാഫിക്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് പ്രൈസ് എന്ന് അത് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസിൻ്റെ ഒരുപാട് ഐക്കൺ കാണാം. ഞാനിവിടെ ഗോൾഡൻ ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇത് ഞാൻ ചെറുതാക്കുന്നു. ഒരു ഐക്കൺ ഇവിടെ ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ നമുക്ക് ഏതൊരു പോസ്റ്റർ എടുത്തിട്ടും നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിലേക്ക് അത് കൊണ്ടുവരാം കേട്ടോ. ശേഷം ഇവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഫോട്ടോമ ക്ലിക്ക് ചെയ്യാം. ശേഷം റീപ്ലേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു വെറുതെ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്യുക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഈ ഫോട്ടോ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോയിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ടത് സൂം ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കൊണ്ടുപോയി കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് പേരൊക്കെ മാറ്റാം. പേര് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതിൽ ഏറ്റവും അവസാനമുള്ള ലാസ്റ്റുള്ള ഇതിൻ്റെ കളറൊക്കെ മാറ്റാം കേട്ടോ. ഈ ഷേപ്പിൻ്റെ കളർ മാറ്റാനായിട്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്യാം. ശേഷം കളർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് കളറാണ് വേണമെന്ന് വെച്ചാൽ ആ കളർ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇനി ഇതിൽ മറ്റെന്തൊക്കെ ടെംപ്ലേറ്റാണ് ഇത് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഈ ഹോം എന്നുള്ള ഭാഗത്തേക്ക് തന്നെ വരുന്നു കേട്ടോ. ഹോം എന്നുള്ള ഭാഗത്തേക്ക് വരുന്നു. ഇപ്പോൾ നമ്മളുടെ അത് സെർച്ച് ചെയ്തത് കൺഗ്രാറ്റുലേഷൻ പോസ്റ്ററാണ്. അതിലിപ്പോൾ ഒരു പോസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ ഫോട്ടോ ചേഞ്ച് ചെയ്തു. അതിലെ ഷേപ്പിൻ്റെ കളറ് ചേഞ്ച് ചെയ്തു. അവസാനമുള്ള അതിൻ്റെ ആ ഒരു നീല കളറിലുള്ള ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്കിതിൽ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് ആവട്ടെ. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ കോഴ്സിൻ്റെ പോസ്റ്റർ നമുക്ക് ക്യാൻവയിൽ എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് തന്നെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കോഴ്സിൻ്റെ പരസ്യമുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫോട്ടോ ചേഞ്ച് ചെയ്യുക, ടെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് അതിലെ എലമെൻസിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം. ഇനി ഒരുപാട് അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കേട്ടോ. അപ്പോൾ എല്ലാ ടെംപ്ലേറ്റും ഇത് ലഭിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഡിസൈനിൻ്റെ ടെംപ്ലേറ്റും ഈ ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സാണ് എങ്കിൽ അതും ഇതിൽ അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ
പോസ്റ്റർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഈ ഒരു പോസ്റ്റർ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് അല്ലേ, ഇതിപ്പോൾ സ്പോക്കൺ അറബിക്. ഇനി ഇവിടെ സ്പോക്കൺ അറബിക്കിൻ്റെ കോഴ്സാക്കി മാറ്റാനായിട്ട് ഇംഗ്ലീഷ് സ്കിൽ എന്നുള്ളടത്ത് ഇമ്പ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്കിൽ എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ഇമ്പ്രൂവ് യുവർ അറബിക് സ്കിൽ എന്നാക്കുന്നു കേട്ടോ. പക്ഷേ ഈ ഫോട്ടോ അത് മാറ്റണമല്ലോ അല്ലേ. ഈ ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുന്നു. ഡിലീറ്റ് ഇമേജ് എന്ന് സെലക്ട് ചെയ്യുന്നു കേട്ടോ. ഫ്രെയിം അവിടെ നിന്നോട്ടെ, ഫ്രെയിം ഡിലീറ്റ് ആക്കണ്ട. ശേഷം ഇതിലേക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണമല്ലോ, അതിന് എലമെൻറ്റ് എന്നുള്ളതിൽ പോകുന്നു. ശേഷം സെർച്ച് എലമെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം അതിൽ ഫോട്ടോസ് എന്ന് കാണാം, കണ്ടില്ലേ, ഫോട്ടോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ സെർച്ച് ഫോട്ടോസ് എന്നുണ്ടാവും. സെർച്ച് ഫോട്ടോസ് എന്നുള്ളതിൽ നമുക്ക് സ്പോക്കൺ അറബിക്ക് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. എന്തായിരുന്നു നോക്കാം, സ്പോക്കൺ അറബിക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കയറിയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അറബിക് കമ്മ്യൂണിക്കേഷൻ സെർച്ച് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് നമുക്ക് കൊടുക്കാൻ പറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പറ്റിയിട്ടുള്ളൊരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഫോട്ടോയോട് സെലക്ട് ചെയ്യുന്നു. ശേഷം ആ ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇമ്പ്രൂവ് യുവർ അറബിക് സ്കിൽ എന്നായല്ലോ അല്ലേ. ഇനി ഇവിടെ നമുക്ക് ഏത് ലാംഗ്വേജും കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഏതൊരു പോസ്റ്ററും ക്യാൻവയിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും മുകളിൽ റെഡ് കളറിലാണല്ലോ ഉള്ളത് അല്ലേ, അത് ഞാൻ വൈറ്റ് കളറിലേക്ക് മാറ്റാനായിട്ട് അവിടെ ആ ഒരു ഷേപ്പ്, അതിന് ഷേപ്പ് എന്നിട്ട് പറയുക, എടുത്ത് വെക്കാൻ മനസ്സിലാവുന്നു കേട്ടോ. ഇതൊരു റൗണ്ട് ഷേപ്പാണ്. അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും കേട്ടോ. ഈ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യാം, കളറൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ആ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ഷേപ്പ് എഡിറ്റ് കളർ എന്നുണ്ടല്ലേ, അതിൽ കളർ എന്നുള്ളതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് കളറൊക്കെ കൊടുക്കാം. ഏത് കളറാണ് വേണ്ട വെച്ചാൽ കളർ എഴുതി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഷേപ്പിൻ്റെ കളർ മാറ്റാൻ പഠിച്ചു. അതുപോലെ തന്നെ ക്യാൻവയിൽ നിന്ന് തന്നെ ഫോട്ടോസ് ഇതിലേക്ക് കൊണ്ടുവരാൻ പഠിച്ചു. ഇനി നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ശേഷം ഞാനിവിടെ അറബിക് കോഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു. ശേഷം ഇവിടുന്ന് ഇമേജസിലേക്ക് പോകുന്നു. അപ്പോൾ ഇമേജസിൽ നമുക്ക് ഒരുപാട് ഫോട്ടോ കാണുന്നുണ്ട്. പക്ഷേ ഈ ഫോട്ടോ ഒന്നുമല്ല വേണ്ട നമുക്ക്. ഞാനിവിടെ അറബിക് ടീച്ചർ എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഞാനിവിടുന്ന് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ശേഷം ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗാലറിയിലുണ്ടാവും. ഗാലറിയിൽ നിന്ന് അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ശേഷം താഴെ ഉണ്ടാകും നമുക്ക് അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. പിന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. താഴെ ഇവിടെ ഉണ്ടാവും അപ്ലോഡ് എന്ന് ഉണ്ടാവും. ബ്രാൻഡിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്, ബ്രാൻഡിൻ്റെ ടൂൾസിൻ്റെ ഇപ്പുറത്തായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വരില്ല. നമ്മളെങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഫോട്ടോ ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. ബ്രാൻഡിൻ്റെയും ടൂൾസിൻ്റെയും ഇടയിലായിട്ട് അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് എന്ന ഓപ്ഷനിൽ പോയാൽ അപ്ലോഡ് ഫയൽസ് എന്നുണ്ട്. അതിൽ ഡിവൈസ് എന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് റീസെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ കാണാം. ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. അതിവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ശേഷം ആ ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ ഫോട്ടോയുടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗാലറിയിൽ നിന്നും ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യൽ.
പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ക്യാൻവയിൽ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക്. പിന്നെ സെയിൽസ് പോസ്റ്ററുകൾ നമുക്ക് ക്യാൻവയിൽ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. അതായത് ലാപ്ടോപ്പ്, ബൈക്ക്, മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് എന്നുള്ളിടത്ത് ലാപ്ടോപ്പ് സെയിൽ പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു. ലാപ്ടോപ്പ് ഫോർ എക്സാമ്പിൾ കേട്ടോ, നിങ്ങൾക്ക് എന്താണ് വിൽക്കേണ്ടത് വെച്ചാൽ ആ ഒരു ഇതിൻ്റെ കൂടെ സെയിൽ പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സെയിൽ പോസ്റ്റർ മാത്രം സെർച്ച് ചെയ്തതിന് ശേഷം അതിലെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താലും മതി. ഫോട്ടോ എങ്ങനെ മാറ്റുക ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ അതിലെ ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൽ ചില പോസ്റ്ററെല്ലാം ക്യാൻവ പ്രോ ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്രോ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് അറിയാൻ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാനത് ചെറിയ ക്യാഷിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. നമ്മളൊരു ടീമുണ്ട്, ആ ടീമിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ക്യാൻവയിൽ 1 വർഷത്തേക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മളത് ചെറിയ ക്യാഷിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ നമുക്ക് ഇൻവിറ്റേഷൻ പോസ്റ്ററൊക്കെ ഇതിൽ ചെയ്യാം. ഇനി മൊബൈൽ സെയിൽ എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. മൊബൈൽ സെയിൽ പോസ്റ്റർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള പോസ്റ്ററൊക്കെ നമുക്ക് കാണാം. ഉണ്ടോ? മെഗാ സെയിൽ മൊബൈൽ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി, അതായത് എല്ലാത്തരം ഗ്രാഫിക് ഡിസൈൻ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ ബൈക്ക് സെയിൽ എന്ന് സെർച്ച് ചെയ്താൽ അതും വരും. അതിൻ്റെ പോസ്റ്ററും നമുക്ക് ഇഷ്ടം പോലെ കാണുന്നില്ലേ. ഇതിൽ ബൈക്കിൻ്റെ ഫോട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാണ്, ഉദ്ഘാടനം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ പോസ്റ്റർ നമുക്കിത് ചെയ്യാം. അതിനായിട്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഗ്രാൻഡ് ഓപ്പണിംഗ്. ഓക്കെ, ഒരുപാട് ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ ഫോട്ടോ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ലിമിറ്റഡ് ടൈം ഓഫർ. ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൻ്റെ പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ സെർച്ച് ചെയ്യാം കേട്ടോ. വെഡ്ഡിങ് ഇൻവിറ്റേഷൻ, ഒരുപാട് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ഫോട്ടോ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ ആക്കി മാറ്റാം. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ടീച്ചറെ കാണുന്നുണ്ടെങ്കിൽ ക്ലാസ് ടെസ്റ്റ് വിന്നറൊക്കെ സെലക്ട് ചെയ്യാൻ ക്ലാസ് ടെസ്റ്റ് വിന്നർ തന്നെ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്താൽ മതി ആ ഒരു ടെംപ്ലേറ്റ്, ക്ലാസ് ടെസ്റ്റ് വിന്നർ. പിന്നെ ഇതെല്ലാം ബ്ലാങ്ക് എന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കും കേട്ടോ. ക്ലാസ് ടെസ്റ്റ് വിന്നർ കണ്ടില്ലേ. ഇതിൽ നമുക്ക് ഫോട്ടോ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ വിന്നർ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നമുക്ക് വിന്നർ അനൗൺസ്മെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. വിന്നർ അനൗൺസ്മെൻറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ ഇതേപോലെയൊക്കെ വരും കേട്ടോ. ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റർ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ നമ്മുടെ ക്ലാസ് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയും കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ഷേപ്പിൻ്റെ കളർ മാറ്റാം, അതുപോലെ എങ്ങനെ നമുക്കിതിൽ ഡിസൈൻ്റെ വലിയ സ്കില്ലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിൽ ടെംപ്ലേറ്റ് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യാം. എങ്ങനെ ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യാം, ഏതെല്ലാം ടെംപ്ലേറ്റാണ് ക്യാൻവയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാതരം ടെംപ്ലേറ്റും ക്യാൻവയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കീവേഡ്സ് മനസ്സിലാക്കിയാൽ മതി. അതല്ലെങ്കിൽ ചില പ്രത്യേക ഡിസൈൻ്റെ ടെംപ്ലേറ്റ് ഇതിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട മറ്റ് പോസ്റ്ററുകൾ സെർച്ച് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. അതിലെ ഫോട്ടോ അതുപോലെ തന്നെ അതിലെ കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ അതും നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ഇനി അതൊന്നുമല്ല, അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ് തന്നെ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് തിരക്ക് തന്നെ പറയുന്നത്, അതുപോലെ ക്യാൻവയുടെ പ്രോ വേർഷന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മൾ ആക്ടിവേഷൻ ചെയ്തു തരുന്നതാണ്. ഇന്ന് നിങ്ങൾ അത് ആക്റ്റീവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും. ഓക്കെ, ഇതൊക്കെ പ്രോ ആയിട്ടുള്ള ഫീച്ചറാണ്. അതെല്ലാം ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു.